നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തൃക്കരിപ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരെ നെഹ്റു കോളേജിൽ തടഞ്ഞ സംഭവത്തിൽ SFI പ്രവർത്തകരായ 25 പേർക്കെതിരെ കേസ്. അതേസമയം SFI പ്രവർത്തകരുടെ പരാതിയിൽ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള 5 UDF പ്രവർത്തകർക്കെതിരെയും ഹൊസ്ദുർഗ് പോലീസ് കേസെടുത്തു. You have reached the complete wedding mall in Kerala. രാജകുമാരിയുടെ വിവാഹ വസ്ത്രം അതിഗംഭീരമാക്കാൻ പോകുന്നു. നീലേശ്വരം നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരെ ആക്രമിച്ചു എന്ന പരാതിയിൽ 25 SFI പ്രവർത്തകർക്കെതിരെ ഹൊസ്ദുർഗ് പോലീസ് കേസെടുത്തു. അതേസമയം SFI പ്രവർത്തകരുടെ പരാതി പ്രകാരം സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള 5 UDF പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കാഞ്ഞങ്ങാട് പടന്നക്കാട് നെഹ്റു കോളേജിൽ തിങ്കളാഴ്ച വൈകുന്നേരമാണ് കേസിനാസ്പദമായ സംഭവം. സന്ദീപ് വാര്യർ, വീഡിയോഗ്രാഫർ ലുക്മാൻ മംഗളൂരു, പ്രവർത്തകരായ വിഷ്ണു വത്സൻ പടന്നക്കാട്, പേരൂൽ വട്ടപ്പൊയിലെ അബ്ദുൽ നാഫിയ തൃക്കരിപ്പൂർ, പേക്കടത്തെ അഹമ്മദ് മുജിതാബ് എന്നിവരെ ആക്രമിച്ചതിനാണ് SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. SFI നീലേശ്വരം ഏരിയ സെക്രട്ടറി ജിതിൻ റാം, കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി ആദിത്യൻ, ഉദുമ ഏരിയ സെക്രട്ടറി K ബ്രിജേഷ്, കോളേജ് യൂണിറ്റ് സെക്രട്ടറി PU മിഥുൻ, കോളേജ് യൂണിയൻ ചെയർമാൻ KV അഭിറാം, പ്രവർത്തകരായ സൽമാൻ ഫാരിസ്, നിഖിലേഷ്, വിനേഷ്, ഗൗതം, ആദിത്യൻ, നിരഞ്ജന, KV അഖിൽ എന്നിവർക്കും കണ്ടാൽ അറിയാവുന്ന മറ്റ് 14 പേർക്കുമെതിരെയാണ് വധശ്രമത്തിന് കേസെടുത്തത്. സന്ദീപ് വാര്യരും സംഘവും ആക്രമിച്ചുവെന്ന പരാതിയിൽ നെഹ്റു കോളേജ് മലയാളം അസോസിയേഷൻ സെക്രട്ടറിയും ഭിന്നശേഷിക്കാരനായ SFI പ്രവർത്തകൻ ശ്രീഹരിയുടെ മറ്റൊരു കേസും ഹൊസ്ദുർഗ് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സന്ദീപ് വാര്യർ, KSU നെഹ്റു കോളേജ് യൂണിറ്റ് സെക്രട്ടറി വിഷ്ണു വത്സൻ, MSF ജില്ലാ പ്രവർത്തക സമിതി അംഗം EK നാഫി, സന്ദീപ് വാര്യരുടെ വീഡിയോഗ്രാഫർ ലുക്മാൻ ഹക്കീം, മുസ്ലിം ലീഗ് പ്രവർത്തകൻ അഹമ്മദ് മുജിതാബ് എന്നിവർക്കെതിരെയാണ് കേസ്. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.